തിരുവനന്തപുരം പേരൂർക്കട PSNM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ പ്രതിഷേധം. ക്ലാസുകൾ നടക്കുന്നത് അടിസ്ഥാന സൗകര്യമില്ലാത്ത ക്ലാസ് മുറികളിൽ എന്ന കാരണമുയർത്തിയാണ് പ്രതിഷേധം. +1, +2 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലൊക്കെ കേരളം നമ്പർ 1 എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത്. എത്രത്തോളം വലിയ പ്രതിഷേധമാണ് കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ശ്യാമാർ ബാബു, ഈ ഒരു പ്രതിഷേധം തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കുവാനോ അതിൽ ഇടപെടാനോ പ്രിൻസിപ്പൽ അടക്കം നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ജനം TV ഇവിടെ എത്തിയിട്ട് 1 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മൾ പ്രിൻസിപ്പളായ ആശാദേവിയോട് സംസാരിച്ചിരുന്നു. എന്നാൽ അവർ കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെന്ന് വാദിക്കുവാനാണ് അവർ തയ്യാറാകുന്നത്. എന്നാൽ ഇതിൻ്റെ വാസ്തവം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം, കുട്ടികൾ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ ഗൗരവപ്പെട്ടതാണ്. നമ്പർ 1 ആണെന്നുള്ള അവകാശവാദങ്ങളടക്കം മന്ത്രിയടക്കം ഉന്നയിക്കുമ്പോൾ കാണണം ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ബോർഡ് എങ്ങനെയാണ്. ഈ കാണുന്നതാണ് കുട്ടികളുടെ ബോർഡ്, ക്ലാസ് ബോർഡ്. ഈ +1, +2 വിദ്യാർത്ഥികളാണ്, ഹ്യൂമാനിറ്റീസിലെ കുട്ടികളാണ്. ആ കുട്ടികളുടെ ക്ലാസ് റൂമാണിത്. ഒരു പ്രൊജക്ടറോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യങ്ങളോ ഇല്ല. ഇത്തരത്തിലൊരു ഡെസ്ക് വലിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇതൊക്കെ ഒരു ബോർഡ് സ്ഥാപിച്ച് താൽക്കാലികമായിട്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും വളരെ പിന്നിലോട്ടാണെന്നാണ് ഈ കാഴ്ചകളടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പ്രൊജക്ടറിനായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഈ ക്ലാസ്സിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഈ കാഴ്ചകളിൽ കാണാൻ പറ്റും. സമാനമായ അവസ്ഥ തന്നെയാണ് മറ്റ് ക്ലാസ്സിലും. കുട്ടികളടക്കം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശുചിമുറിയുടെ അടിസ്ഥാന സൗകര്യം, ക്ലാസ്സുകളുടെ, ഒപ്പം തന്നെ ഈ ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അധ്യാപകരടക്കം വിഷമിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച. പാരൻസ് അടക്കം, കുട്ടികളുടെ രക്ഷിതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ പരാതി പറഞ്ഞു മടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ ഇവിടെ എത്തിയത്. എന്നാൽ രക്ഷിതാക്കളടക്കം മോശമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് രക്ഷിതാക്കളടക്കം ആരോപിക്കുന്നത്. നമ്മോടൊപ്പം ഇത്തരത്തിൽ ഒരു രക്ഷിതാവ് കൂടെ ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം തുടങ്ങിയത്? ഇതൊക്കെയാണ് അവസ്ഥ. പ്രതിഷേധം തുടങ്ങി ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞങ്ങൾ സമാധാനപരമായിട്ട് സംസാരിച്ച് PTA പ്രസിഡന്റ് വന്ന് 10 ദിവസത്തിന് ഇത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു. കുടിവെള്ളം ഓക്കെ ആക്കാമെന്ന് പറഞ്ഞ് 10 ദിവസത്തെ അവധി ഞങ്ങൾക്ക് തന്നു. ഇന്ന് 10 ദിവസം ആയപ്പോഴത്തേക്ക് PTA പ്രസിഡന്റ് വിളിച്ച വ്യക്തിയാണ്. അത് റെക്കോർഡ് ഫോണിലുണ്ട്. വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. പുള്ളി എന്നൊന്ന് പറയണം, നമുക്കാണെങ്കിൽ കേട്ടാൽ സങ്കടം തോന്നും. നമ്മളെ മക്കളുടെ അവകാശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ചിരുന്നോ? പ്രിൻസിപ്പൾ സംസാരിച്ചപ്പം പിള്ളേരെ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയിക്കോളാം. അവർക്ക് അതാണ് ലാസ്റ്റ് നിലപാട്. സ്കൂളിൽ നിന്ന് മാറ്റിക്കൊണ്ട് വയ്க்கலாம். പിന്നെ വേറെ എന്താ പറയുക, ഇപ്പോൾ ഇവരിവിടെ വിചാരം നമ്മളെ മക്കൾ ഇന്നലെ പൊട്ടിമുളിച്ചതാണ് ഈ സ്കൂളിൽ. അല്ല, LKG മുതൽ 10ാം ക്ലാസ് വരെ വേറെ സ്കൂളിൽ പഠിച്ചിട്ട് വന്നവരാണ്. ആ സ്കൂളിൻ്റെ വൃത്തിയില്ലായ്മയോ ആ സ്കൂളിൻ്റെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഇതുവരെ പ്രശ്നം ഉണ്ടായില്ല. കാരണം അത്രയ്ക്ക് സെറ്റാണ് ആ സ്കൂള്. ഒരു പരാതി നമുക്കില്ല അവിടെ. എന്തെങ്കിലും അവിടെ പുതിയ കെട്ടിടം കെട്ടിയിട്ട് +1, +2 ആക്കിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം എന്നാ കഴിയും? പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എപ്പോഴാണ്? പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ +2 സ്കൂൾ തുറന്ന ആ സമയത്താണ്. +2 അതേ സ്കൂൾ തുറന്ന ആ സമയത്താണ് കഴിഞ്ഞത്. ബോർഡ് പോലും ഈ ഒരു അവസ്ഥയിലായപ്പോൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഈ ബോർഡിൻ്റെ അവസ്ഥ ബോർഡ് തന്നെ ഉണ്ടാവും. ഇതിനെല്ലാം കൂടെ തന്നെയാണ് 10 ദിവസത്തെ അവധി പറഞ്ഞത്. ബോർഡ് വെക്കാം, പ്രൊജക്ടർ വെക്കാം, ഇതിനെല്ലാം കൂടെ തന്നെയാണ് 10 ദിവസത്തെ അവധി ഞങ്ങളടുത്ത് പറഞ്ഞത്. കുടിവെള്ളം, ഇതെല്ലാം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. കുടിവെള്ളം ഇന്നലെയാണ് കൊണ്ടുവച്ചതെന്ന് കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് സമാധാനപരമായിട്ട് ചോദിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ, മേഡം ഇതുവരെ ബോർഡായിട്ടില്ല, ഇതിനെന്താണ്? അപ്പോൾ അവർ പറയുന്ന മറുപടി ഫണ്ടായില്ല. ശരി, ഫണ്ടിനെ പറ്റി നിങ്ങൾ ഓപ്പണായിട്ട് പറയാം. അതൊരു ഇപ്പം തന്നെ ക്യാമറ ഓഫാക്കിയപ്പോൾ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ക്യാമറ ഓണാക്കിയപ്പം അവർക്ക് ഫണ്ടിനെ പറ്റി അറിഞ്ഞു. ഇതാണ് അവരുടെ നിലപാട്. ഇത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ക്ലാസിൻ്റെ അവസ്ഥ. മാത്രമല്ല, ഇത് പുതിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലേക്ക് മാറി ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് പഴയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റിയത്. ഈ ക്ലാസ് മുറി മാത്രമല്ല, മറ്റ് ക്ലാസ് മുറികളിലും സമാനമായൊരവസ്ഥയാണ്. ഇവിടെ ഇത്തരത്തിലൊരു മേശ വലിച്ചിട്ട് അതിൻ്റെ മുന്നിൽ കാർഡ്ബോർഡ് വച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ അവസ്ഥ ഇതിലും ദയനീയ അവസ്ഥയാണ്. അതായത് പ്രൊജക്ടർ സ്ഥാപിക്കുവാനുള്ള ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ഈ കുട്ടികളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പഠിപ്പ് മുടങ്ങിയിരിക്കുകയാണ്. കുട്ടികളിങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ, മഴയത്ത് നിന്നടക്കം പ്രതിഷേധിക്കുമ്പോൾ പ്രിൻസിപ്പൽ മറുപടി പറയുന്നില്ല. അവർ ഇത്തരത്തിലൊരു പ്രശ്നവുമില്ലെന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൃത്യമായി മറുപടി പറയുന്നില്ല. അതായത് നിലവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, കുട്ടികൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണെന്നാണ്. ആ ആരോപണങ്ങൾ നിൽക്കുമ്പോഴും അവരുടെ പ്രശ്നം മനസ്സിലാക്കുവാനോ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ ശരിയാക്കി നൽകുവാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത് മറ്റൊരു ക്ലാസ് റൂമാണ്, ഹയർ സെക്കൻഡറി വിഭാഗമാണ്. ഈ ഒരു ബിൽഡിംഗ് 3 നില ബിൽഡിംഗാണ്. ഇത് മറ്റൊരു ക്ലാസ് റൂമാണ്. ഈ ഒരു ക്ലാസ് റൂമിൽ ബോർഡ് ഇരിക്കുന്നത് എവിടെയാണെന്ന് തീർച്ചയായും നമ്മൾ കണ്ടിരിക്കണം. അത് നമ്മൾ
ജനൻ TV ഫ്രെയിമിലൂടെ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ആ കുട്ടികൾ ഇരിക്കുന്ന മേശകൾക്കിടയിലാണ്, ഡെസ്കിനും ബെഞ്ചിനും ഇടയിലാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ ഇരുന്ന് പഠിക്കുക? പ്രൊജക്ടറിൻ്റെ സംവിധാനങ്ങളില്ല, വെളിച്ചവും മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ അധ്യാപകർ ക്ലാസ് എടുക്കും? ഹയർ സെക്കൻഡറിയാണ്, പരീക്ഷകളടക്കമുണ്ട്. സയൻസ് വിഭാഗവും ഹ്യൂമാനിറ്റീസ് വിഭാഗവുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ക്ലാസ്സുകൾ നടക്കുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിടുന്നു. ഓഗസ്റ്റിൽ നടന്നു, 2.5 മാസം കഴിയുന്നു. 2.5 മാസം പിന്നിട്ടിട്ടും ഇത്തരത്തിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിരവധി തവണ പറയുമ്പോൾ നടപടിയെടുക്കാതെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതിയുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ മാത്രമേ കുട്ടികൾക്ക് നിവർത്തിയുള്ളൂ എന്നാണ് ജനൻ TVയോടക്കം പ്രതികരിച്ചിരിക്കുന്നത്. വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.